13 ദിവസം കൊണ്ട് 75 കോടി ക്ലബിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 13 ദിവസം കൊണ്ട് 75 കോടി ക്ലബിൽ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീണ്ടും 100 കോടി ക്ലബിനരികിലെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിലീസ് ചെയ്ത് 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 75 കോടി രൂപയാണ് സിനിമ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിവേഗത്തിൽ 100 കോടിയിലേക്കുള്ള കുതിപ്പിലാണിപ്പോൾ സിനിമ. നിലവിലെ തിരക്ക് തുടരുകയാണെങ്കിൽ 2024 100 കോടി ക്ലബിലെത്തുന്ന പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയായി മാറും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ ചിത്രം. നേരത്തെ പൃഥ്വിരാജ് ബ്ലസ്സി സിനിമയായ ആടുജീവിതവും ഈ വർഷം 100 കോടി കടന്നിരുന്നു. റിലീസ് ചെയ്ത് 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ സിനിമ 50 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. മെയ് 16 സിനിമയുടെ റിലീസ്. ജയ 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 ഹേ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ദീപു പ്രദീപായിരുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പൃഥ്വിരാജും എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്തയും CV സാരഥിയും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ചിത്രത്തിലെ പാട്ടുകളും അതുപോലെ തന്നെ കിടിലൻ കോമഡി രംഗങ്ങളും ഒരുപാട് പേരെ ആകർഷിക്കുന്നു ഈ സിനിമ കാണാനായി. മാത്രമല്ല, ഇപ്പോഴും പല തിയേറ്ററുകളിലും 80% ആളുകൾ പലപ്പോഴും തിയേറ്ററിന്റെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ഉണ്ട് എന്നുള്ളത് ആ ചിത്രത്തിന്റെ വൻ വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 13 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ സിനിമ കൂടിയാണെന്ന് ഓർക്കുമ്പോൾ. ഏതായാലും പൃഥ്വിരാജിന്റെ വലിയൊരു വിജയ വർഷം തന്നെയാണ് 2024 എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഓരോ സിനിമകളും വ്യത്യസ്തമാണ്, വ്യത്യസ്ത ജോണറുകളിലാണ്, അതുപോലെ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വിജയവും അതുപോലെ തന്നെ വ്യത്യസ്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഏറ്റവും വലിയ വിജയമായി ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ വിജയമായി മാറിയ ആടുജീവിതം എന്ന ചിത്രത്തെക്കാൾ വലിയൊരു വിജയമായി ഒരുപക്ഷെ ഈ ഒരു സിനിമ മാറുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കിടിലൻ കോമഡി രംഗങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന പഴയ പല സിനിമകളിലെ ചില റെഫറൻസുകളും ഒക്കെ ചേർത്ത് വെച്ച് മനോഹരമായി അടക്കി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന തിരക്കഥയാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്കത് ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ തോന്നുമെങ്കിലും അതെല്ലാം പുറത്തു വെച്ചുകൊണ്ട് ഒരു എന്റർടൈനർ ആസ്വദിക്കുന്ന രീതിയിൽ കണ്ടാൽ ഇത് തികച്ചും പൈസ വസൂലാകാവുന്ന ഒരു സിനിമയായി മാറും. അത് തന്നെയാണ് എന്റെ അനുഭവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.